मुझे तो बोलने में भी साला संकोच हो रहा है मान्यवर, ये मुझे तो बोलने में भी साला संकोच हो रहा है, मुझे तो बोलने में भी साला संकोच हो रहा है. ഒരു മൂന്നാംകിട തെരുവുഗുണ്ടയെ പോലെ മാത്രം സംസാരിക്കാൻ അറിയാവുന്ന കേന്ദ്രമന്ത്രി ആരാണ്? സംസാരവും പ്രവൃത്തിയും ചേഷ്ടകളുമെല്ലാം യാതൊരു സംസ്കാരവും അന്തസ്സുമില്ലാത്ത തെരുവുഗുണ്ടയുടെ തരത്തിലുള്ള കേന്ദ്രമന്ത്രി. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളായിട്ട് പോലും ആ കസേരയുടെ മാന്യത പോലും പാലിക്കണമെന്ന സാമാന്യ വിവരവും മര്യാദയും ഇല്ലാത്ത അമിത്ഷാ വീണ്ടും പാർലമെന്റിൽ പച്ചയ്ക്ക് തെറി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതുപോലെ പച്ച തെറി പറഞ്ഞിട്ടും സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ആൾ അത് കേട്ടതായി പോലും നടിച്ചില്ല. അങ്ങനെ പറയരുത് എന്ന് പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. യാതൊരു അന്തസ്സുമില്ലാത്ത തെറി പറഞ്ഞുള്ള അമിത്ഷായുടെ പ്രസംഗവും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിച്ചതും അമിത്ഷായുടെ ഈ പ്രസംഗത്തെക്കുറിച്ച് മോദിയുടെ അഭിപ്രായവും എന്താണെന്ന് കാണേണ്ടേ? ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ആദ്യമായല്ല അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തെറി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുമ്പോൾ അയാൾ പോലും അറിയാതെ തെറി കടന്നു വരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, അയാൾ ഇത്തരത്തിലുള്ള ആളാണ്. ഇത്തരത്തിലാണ് അയാൾ സ്ഥിരമായി സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരാളെയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ വിവേകമുള്ള ഇന്ത്യക്കാർ ലജ്ജിച്ച് തല താഴ്ത്തണം. ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്മേൽ സംസാരിക്കുമ്പോഴാണ് അയാൾ തെറി പറയുന്നത്. അതുമാത്രവുമല്ല, സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിൽ അയാൾ സംസാരിക്കുന്നത് മുഴുവനും രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ്. അതും ഭൂലോക വിട്ടിത്തരവും സംസ്കാരമില്ലാത്ത തരംതാണ വാക്കുകളുമാണ് സംസാരിക്കുന്നത്. കാരണം അയാൾക്കറിയാം, അയാളെപ്പോലെ തന്നെ വെറും നാലാംകിട ആളുകളാണ് അയാളെ പിന്തുണയ്ക്കുന്ന സംഘികൾ എന്ന്. ഇവിടെ അമിത്ഷാ സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ. അയാൾ പറയുന്നത് ശ്രദ്ധിച്ചോ? എനിക്ക് സംസാരിക്കുന്നതിന് പോലും സാല സങ്കോചമുണ്ടാവുകയാണ്. സാല എന്ന പച്ചത്തെറിയാണ്, അല്ലെങ്കിൽ കച്ചറ തെരുവ് ഭാഷയാണ് അയാൾ ഇവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ സംഘികളുടെ പ്രതികരണം എന്താണ് എന്ന് കണ്ടുകൊള്ളൂ. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സംഘി എംപിമാരെ എല്ലാം ശ്രദ്ധിച്ചോ? എല്ലാവരും ആർത്തലച്ച് ചിരിക്കുകയാണ്. അന്തസ്സുള്ളവർക്ക്, സംസ്കാരമുള്ളവർക്ക് എങ്ങനെ തോന്നും ഇതേപോലെ കച്ചറ തെരുവുഗുണ്ടകളുടെ ഭാഷ സംസാരിക്കുന്നത് കേട്ട് ചിരിക്കാൻ? അവിടെ ഒരു വനിതാ അംഗം ഇരിപ്പുണ്ട്, അവർ പോലും ആർത്തലച്ച് ചിരിക്കുകയാണ്. ഇത് തെളിയിക്കുന്നത് ഈ പാർട്ടിയിലുള്ള എല്ലാം വെറും തനി തറയാണ് എന്നുള്ളതാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയ എല്ലാവരും ആർത്തലച്ച് ചിരിക്കുകയാണ്. ഇതൊക്കെ പോട്ടെ, മാന്യനാണെന്ന് വിചാരിക്കുന്ന നിതിൻ ഗഡ്കരി വരെ ആർത്തലച്ച് ചിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ ഇതുപോലെ തരം താഴുമെന്ന്. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളൂ, സംഘികൾ അത് ആരാണെങ്കിലും എല്ലാം തറകളാണ്, തനി തറകൾ, യാതൊരു സംസ്കാരവുമില്ലാത്ത നാലാംകിട ജീവികൾ. ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് സംഘികൾ വോട്ട് ചെയ്യുന്നത്. സംഘികളുടെ ആരാധ്യ പാത്രങ്ങളാണ് ഇത്തരത്തിലുള്ള ഭൂലോക തറകൾ. ഇനി അയാൾ തുടർന്ന് പറയുകയാണ്, provoking. No, you are provoking. No, please. No. Nothing will go on with that. I will request. You are provoking. Bhagwan Moitra is provoking. Kindly, please. സ്പീക്കറിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇയാൾ ഇത് പറഞ്ഞിട്ട്, ഇതുപോലെ തെറി പറഞ്ഞിട്ട് സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ജഗദംബിക പാൽ അയാളെ തടയുകയോ ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല, പാർലമെന്ററി മര്യാദകൾക്ക് വിരുദ്ധമാണ്, അൺപാർലമെന്ററി ഭാഷയാണ് എന്ന് പോലും പറയുന്നില്ല. പ്രതിപക്ഷ അംഗങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ ഇയാൾ പറഞ്ഞത് പഞ്ഞത്തരമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുകയാണ് എന്ന്.
അല്ലാതെ ഇയാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്നില്ല. ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഒരക്ഷരം അയാൾ അമിത്ഷാ പറഞ്ഞതിനെക്കുറിച്ച് അതിനെതിരെ പറയുന്നില്ല. അതിനു പകരം ഇതിനെതിരെ പ്രതികരിച്ച പ്രതിപക്ഷ അംഗങ്ങളെ മര്യാദ പഠിപ്പിക്കുകയാണ്. ഇയാൾക്കൊക്കെ ഇത്രയും പ്രായമായിട്ടും ഒരു അല്പം മാന്യത കാണിക്കാനുള്ള ഒരു മനസ്ഥിതിയും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അല്ലേ? എന്നിട്ട് അമിട്ട് പറയുകയാണ്, പ്രതിപക്ഷാംഗങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ പാർലമെന്ററി മര്യാദകൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് മാറ്റിക്കളഞ്ഞേക്കൂ എന്ന്. संसद प्रणालिका के अनुकूल नहीं है तो इसको आप हटा सकते हैं. സ്പീക്കറാണ് പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഇത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന്. अगर कोई ऐसा शब्द होगा तो उसको मैं कार्रवाई में देख लूंगा. कोई शब्द होगा तो उसको कार्रवाई में देख लूंगा. चलिए मैं कार्रवाई में देख लूंगा. मैं देख लूंगा. വീണ്ടും സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങളെ മര്യാദ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത്തരത്തിൽ എന്തെങ്കിലും ശബ്ദം വന്നെങ്കിൽ ഞാനത് നീക്കം ചെയ്യാമെന്ന്. അത്തരത്തിൽ എന്തെങ്കിലും ശബ്ദം വന്നെങ്കിൽ, ശ്രദ്ധിച്ചല്ലോ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ശബ്ദം വന്നെങ്കിൽ ഞാൻ നീക്കം ചെയ്യാമെന്ന് പ്രതിപക്ഷ അംഗങ്ങളോട് പറയുകയാണ്. പ്രതിപക്ഷത്തെ ഏതെങ്കിലും അംഗം ഇങ്ങനെ സംസാരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ഊഹിച്ചുകൊള്ളൂ. ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ നോക്കാം അത്തരത്തിൽ എന്തെങ്കിലും ശബ്ദം വന്നെങ്കിൽ എന്ന്. माननीय गृहमंत्री ഗൃഹമന്ത്രി को बुलाइए. മാന്യനായ ഗൃഹമന്ത്രിയോട് വീണ്ടും സംസാരിക്കാൻ അയാൾ പറയുകയാണ്. മാന്യനായ ഗൃഹമന്ത്രി, സംഘികളുടെ അതേ മാന്യതയുള്ള ഹോം മിനിസ്റ്റർ. പിന്നെയും അയാൾ പറയുകയാണ്, എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ശബ്ദം വന്നാൽ അത് ഡിലീറ്റ് ചെയ്യാനെന്ന്. ഇയാൾ പിന്നീട് സംസാരിച്ചത് മുഴുവനും രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധി വിദേശയാത്ര നടത്തുന്നു, രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. മുൻപ് ഇയാൾ ഇത്തരത്തിൽ സംസാരിച്ചത് മറന്നുപോയവർക്ക് വേണ്ടി കേട്ടുകൊള്ളൂ. तो मैंने सोचा साला मुझे तो बोलने में भी साला संकोच होगा. ഇത് ഡിസംബർ 2025 അയാൾ പാർലമെന്റിൽ പ്രസംഗിച്ചത്. ഇപ്പോൾ മാർച്ച് 2026 അയാളുടെ വായിൽ നിന്ന് ഇതേ ശബ്ദം വരുന്നു. ജാത്യാലുള്ളത് തൂത്താൽ മാറുമോ അല്ലേ? പാർലമെന്റിന് പുറത്തിറങ്ങിയ പ്രിയങ്ക ഗാന്ധിയോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. अविश्वास प्रस्ताव राहुल जी पे नहीं था, स्पीकर पे था. उस विषय पे बोलना चाहिए. और अब शब्द इस्तेमाल करते हैं और स्पीकर साहब उनको रोकते भी नहीं हैं. आज अब शब्द इस्तेमाल किया है उन्होंने सदन के अंदर. അവിശ്വാസ പ്രമേയം രാഹുൽ ഗാന്ധിക്കെതിരെയല്ല, സ്പീക്കർക്കെതിരെയാണ്. അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടിയിരുന്നത്. അതുമാത്രവുമല്ല, അപശബ്ദം പാർലമെന്റിൽ ഉപയോഗിച്ചു. എന്നിട്ടും സ്പീക്കർ അയാളെ തടഞ്ഞു പോലുമില്ല. ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ അപശബ്ദം ഉപയോഗിച്ചു. പാർലമെന്റിനുള്ളിൽ തന്റെ ഈ ലോകോത്തര പ്രസംഗം അമിത്ഷാ എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് നരേന്ദ്രമോദി എഴുതിയത് ഇങ്ങനെയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വളരെ മഹത്തരമായ ഒരു പ്രസംഗം. അദ്ദേഹത്തിന്റെ പ്രസംഗം വസ്തുതകൾ കൊണ്ട് നിറഞ്ഞതും പാർലമെന്ററി പാരമ്പര്യങ്ങളുടെ പ്രാധാന്യം വരച്ചു കാണിക്കുന്നതും അതുപോലെ തന്നെ രാജ്യപുരോഗതിക്ക് വേണ്ടി കൂട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുന്നതും ആയിരുന്നു. ഇത് നരേന്ദ്രമോദി എഴുതിയതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. എന്നാലും ഷായുടെ ഈ 1.25 മണിക്കൂറുള്ള പ്രസംഗം മുഴുവൻ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുന്നതും രാഹുൽ ഗാന്ധിയെ തെറി പറയുന്നതും മാത്രമായിരുന്നു. സംശയമുള്ള സംഘികളുടെ ചാനലിൽ ചെന്ന് അത് മുഴുവനും കാണാവുന്നതാണ്. ഇതുപോലെ തരംതാണ ഭാഷ സംസാരിക്കുന്ന, അതും പാർലമെന്റിൽ വെച്ച് സംസാരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി, അതിനെതിരെ ഒന്നും പറയാതെ സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന ആൾ. ഇതാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?